അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് ഒരു ഹാർട്ടി വെൽക്കം. ഇന്ന് ഇപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ യൂഫോർബിയ പൂക്കളുടെ മുന്നിലാണ്. അപ്പോൾ യൂഫോർബിയനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിൽ കണ്ടു കഴിഞ്ഞു. യൂഫോർബിയയുടെ മെയിനായിട്ടുള്ള റെഡ് കളർ പൂക്കളും അതേപോലെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇതാ ഈ ഒരു വൈറ്റ് കളർ, ഇതാ ഈ സൈഡിലും ഉണ്ട് വൈറ്റ് കളർ പൂക്കൾ, അതേപോലെ തന്നെ റെഡ് കളർ. അപ്പം ഞാൻ പറഞ്ഞ പോലെ യൂഫോർബിയ പൂക്കൾ എന്ന് പറയുമ്പോൾ കൊല്ലം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന ഒരാളാണ് യൂഫോർബിയ. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകളാണ് ഈ പൂക്കളെ കുറിച്ചിട്ട്. അതായത് ഇതിൻ്റെ മുള്ളു കുത്തിയാൽ ക്യാൻസർ വരും, അതുപോലെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലും നിങ്ങളടുത്ത് സൂചിപ്പിച്ച കാര്യമാണ്, യൂഫോർബിയ എന്ന് പറയുന്നത് ചെറിയൊരു പോയ്സൺ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ലാറ്റക്സ്, ഇതിൻ്റെ ഒരു വെള്ള കറ ഉണ്ട്. അപ്പോൾ ഈ കറ നമ്മളുടെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ സ്കിന്നിലോട്ടൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലവർക്ക് മാത്രം ഒരു ഇറിറ്റേഷൻ വരാറുണ്ട്. അതല്ലാണ്ട് ഈ ഒരു ചെടിയുടെ മുള്ളു കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ വല്ല രോഗങ്ങളോ അങ്ങനത്തെ ഒന്നും സയൻറ്റിഫിക്കലി ഒരു പ്രൂഫും ഇതുവരെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ പറഞ്ഞ് പരത്തുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ യൂഫോർബിയയുടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റീപോർട്ടിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോ കണ്ടിട്ട്, യൂഫോർബിയയുടെ റീപോർട്ടിങ് കാണിച്ചു തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് വെച്ചിട്ട് ചീഞ്ഞ് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു തണ്ട് നോക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെരിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഈ ഒരു തണ്ട് ഇപ്പോൾ കാണാം, ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. മുള്ള് കൊള്ളാണ്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ? കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കറ ഇങ്ങനെ ഒന്ന് ഊറ്റിക്കൊണ്ടിരിക്കും. കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതതിൻ്റെ യൂഫോർബിയ മിലിയുടെ ലാറ്റക്സ് ആണത്. അപ്പോൾ ഈ ഒരു കറ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഒന്ന് വെള്ളം വെച്ചൊന്ന് കഴുകി കളയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഈ ഒരു കറ താനെ ഇത് ഡ്രൈ ആയിക്കോളും ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ കറ നമ്മൾ കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം നമ്മൾ പോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ചെരിച്ചാണ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വേര് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഞാനിത് ചെറിയൊരു തണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത വേറൊരു തണ്ടാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള പൂക്കളും ലീവ്സൊന്നും വല്ലാണ്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബോഗും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഇനി ഒരുപാട് ഇലകളും പൂക്കളും വരും. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ വീഡിയോ ഞാൻ പിന്നീട് പൂവും ഇലയൊക്കെ വന്നതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ നമ്മൾ എടുത്ത 2 പൂക്കളും ഉണ്ട്. ഓക്കെ, 2 കട്ടിങ്സ്, അതായത് ഒന്ന് നമ്മളുടെ റെഡ്, അതുപോലെ തന്നെ നമ്മളുടെ വൈറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് നമ്മളിപ്പോൾ റീപോർട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ എങ്ങനെ റീപോർട്ടിങ് ചെയ്യാം, അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ പുതിയ ഇപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും ഈ പ്ലാന്റിൻ്റെ ഈ ഒരു തലപ്പ്, ഈ ഒരു ടിപ്പ് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യും. കാരണം എന്നിട്ട് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തുനിന്ന് ബ്രാഞ്ചസ് വരാൻ കുറച്ചും കൂടിയും എളുപ്പമാണ് അല്ലേ. അല്ലെങ്കിൽ ചിലവരുണ്ട് ഇതങ്ങനെ റീപോർട്ട് ചെയ്യും, ജസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്യില്ല. അപ്പോൾ മേലത്തെ ആ ഭാഗം കറക്റ്റ് ചുങ്ങിപ്പോവും അല്ലെങ്കിൽ കരിഞ്ഞു പോവും, എന്നിട്ട് പുതിയ ബ്രാഞ്ചസ് താഴ്ന്ന് വരികയാണ് ചെയ്യുക. അപ്പോൾ യൂഫോർബിയ പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ഒരു തലപ്പ് കട്ട് ചെയ്യാണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുത്തിയിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുത്തുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൂക്കളുടെ ഹെൽത്ത് പോവില്ല. അപ്പോൾ ഈ ഒരു പൂക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തലപ്പ് നമ്മൾ നുള്ളിക്കളയണം എന്നില്ല. കാരണം ഈ ഒരു ഇപ്പോൾ ഈ വെള്ള പൂവൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വെള്ള യൂഫോർബിയ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ടോ ചെറിയ മുട്ടുകൾ താഴത്ത്, ഈ മുട്ടുകൾ കരിഞ്ഞും പോവില്ല. ഈ മുട്ടുകൾ ജസ്റ്റ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വിരിഞ്ഞ് വരികയാണ് ചെയ്യുക. നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പ് നമ്മൾ നുള്ളി കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അതായത് ഇപ്പോഴുള്ള ഈ ഒരു പൂക്കൾ ഹെൽത്തിയോടെ തന്നെ നിൽക്കും ചെയ്യും. അത് അതിൻ്റെ ടൈം ആകുമ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ട് അത് യൂഷ്വലി എങ്ങനെയാണോ കൊഴിഞ്ഞു പോകാറ് അതേപോലെ തന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. പിന്നെ
ഇതിലിപ്പോൾ വല്ല മുട്ടുകളും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ മുട്ടുകൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വളർന്നു വരികയാണ് ചെയ്യുക. പൊതുവേ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പൊതുവേ നമ്മൾ എങ്ങനെ വെച്ചാൽ ഏതൊരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്ത് കുത്തിടുന്ന സമയത്ത് ആ ഒരു മേൽത്തലപ്പ് നമ്മൾ നുള്ളി കൊടുക്കാറുണ്ട് അല്ലേ? കാരണം പെട്ടെന്ന് ബ്രാഞ്ചസ് വരാൻ. ഇനിയിപ്പോൾ മേൽത്തലപ്പ് നമ്മൾ നുള്ളാണ്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉള്ള പൂക്കൾ ആദ്യം കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ബ്രാഞ്ചസ് വരികയാണ് ചെയ്യുക. പക്ഷേ യൂഫോർബിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതിലൊരു കണ്ടിന്യൂവേഷനാണ്, ഒരു കണ്ടിന്യൂസ് വളർച്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് യൂഫോർബിയനെ സംബന്ധിച്ചിടത്തോളം. ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതലും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവായിട്ടുള്ളൊരു പ്ലാന്റാണ് യൂഫോർബിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇയർലി വൺസൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു കൗഡങ്ക്, ചാണകപ്പൊടി അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ നമുക്ക് ആവശ്യം ഇല്ല. കാരണം ബ്രൈറ്റ് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബ്രൈറ്റ് സൺലൈറ്റിൽ വേണം നമ്മൾ യൂഫോർബിയ പ്ലാന്റ് ചെയ്യാൻ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം ഒരുപാട് കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ ഒരുപാട് ത്രൂ ഔട്ട് കെട്ടി നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് റീപ്പോർട്ട് ചെയ്യാം. മേൽത്തലപ്പൊന്നും നുള്ളേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇതാ റീപ്പോർട്ടിങ്ങിന് ചട്ടികൾ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ചട്ടിയിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ചട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഒരു ചട്ടിയിൽ പ്യുവർ വൈറ്റ് വേറൊരു തണ്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ തരികളൊക്കെ ഉണ്ട്. ഞാൻ നമ്മളുടെ ചുവന്ന മണ്ണ്, ചുവന്ന മണ്ണ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ലെയറായിട്ട്. അത് ചെറിയ തരിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ അതാ നമ്മളുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ നമ്മളുടെ റെഡ് സോയിൽ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂഫോർബിയയുടെ ഓരോരോ ചെടിക്ക് ഓരോരോ പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ യൂഫോർബിയയുടെ പോട്ടിംഗ് മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഒരു ചെടി എന്ന് പറയുന്നത് വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാത്ത ചെടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചാണകപ്പൊടിയും റെഡ് സോയിലും മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ എല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയലൈസേഷൻ മനസ്സിലാക്കിയത്, ഇത് നമ്മളിങ്ങനെ കുറേ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ ചെടിയുടെയും പോട്ടിംഗ് മിക്സ് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുക്കിങ്ങൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ പോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ യൂഫോർബിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി അധികം നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് റെഡ് സോയിലും ചാണകപ്പൊടി മാത്രം യൂസ് ചെയ്യാം. വേറെ ഒരു തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തരത്തിലുള്ള വേറെ പല ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അല്ലേ പൂക്കളിടാനും. അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം അത് യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കറ നോക്കിക്കേ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, കണ്ടോ? ഒക്കെ വറ്റി, ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, താനെ വറ്റിയതാണ്, കണ്ടോ? അപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങളാവുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പോട്ടിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കുറച്ച് തരിതരുണ്ട്, പക്ഷേ നല്ല റെഡ് സോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് സോയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്യാം. ഇന്ത്യയിലുള്ള ചാണകപ്പൊടി എന്ന് പറയുന്നത് ഇതാ കണ്ടല്ലോ, ഭയങ്കര ഫൈൻ പൗഡേഴ്സായിട്ടുള്ള ചാണകപ്പൊടിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയും ഫൈൻ പൗഡേഴ്സാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ബൾക്കായിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങുക ചെയ്യുക. ഒരിക്കലും ചാണകപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നനഞ്ഞ ആ ടൈപ്പ് വാങ്ങരുത്. ജസ്റ്റ് ഇങ്ങനെ ഫൈൻ പൗഡേഴ്സ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി കിട്ടും. അതുപോലെ പ്ലാന്റ്സിനും അത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നന്നായിട്ട് ഒരു ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ എനിക്കെന്തോ ഇത്രയും കാലമായിട്ട് ഒരു പ്ലാന്റ് ലവർ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മണ്ണുമായിട്ടൊന്ന് നമ്മൾ ഇണങ്ങണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ അത്രയും സെൻസിറ്റീവായിട്ടുള്ള വല്ല കാര്യങ്ങളും ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ
ഞാൻ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ അല്ലേ? അപ്പോൾ പോട്ടിംഗ് മിക്സൊക്കെ റെഡി ആയിട്ട് നമ്മളുടെ ചട്ടി നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡിഗ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ആ ഒരു സോയിലിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, കണ്ടല്ലോ? അപ്പോൾ അതാ നമ്മുടെ 2 പ്ലാന്റും നല്ല റെഡി ആയിട്ട് പോട്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി ഈ പൂക്കളുണ്ടല്ലോ, ഇതിങ്ങനെ നിൽക്കും, കൊഴിഞ്ഞു പോവില്ല. അതിൻ്റെ കൊഴിയേണ്ട സമയമാകുമ്പോൾ യൂഷ്വലി എങ്ങനെയാണോ യൂഫോർബിയ പൂക്കൾ കൊഴിഞ്ഞു പോവാം, അത്തരം രീതിയിൽ കൊഴിഞ്ഞു പോവും. ഓക്കെ, ഇപ്പോൾ ഈ വെള്ളടയൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ മുട്ടൊക്കെ ഇനിയും പൂവിടും ഇവിടുന്ന്, അല്ലാണ്ട് മേൽഭാഗം ചീഞ്ഞ് പോവാം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. താഴത്തുനിന്ന് പുതിയ ബ്രാഞ്ചസ് വന്നോളും ആൻഡ് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും ചെയ്യും. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഗ്രോത്താണ് ഉണ്ടാവുക. അല്ലാണ്ട് ബാക്കി പ്ലാന്റ്സ് പോലെ നമുക്ക് ആ മേൽഭാഗം തലനുള്ളി കൊടുക്കണം അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നില്ല. അപ്പോൾ എല്ലാവരും യൂഫോർബിയയുടെ പോട്ടിങ്ങും സംരക്ഷണമൊക്കെ ചെയ്തു നോക്കുക. എന്തായാലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ കണ്ടല്ലോ, നമ്മളുടെ ഞാൻ ഇന്ന് പോട്ടിങ് ചെയ്ത 2 യൂഫോർബിയ. ഒന്നിൽ 2 ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്സായിട്ടാണ് കുത്തിയിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിക്സായി കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളർന്നു വരുമ്പോൾ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. കാരണം മിക്സഡ് ആയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക, വെള്ളയും ചുവപ്പും. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മിക്സഡായിട്ട് കുത്തിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും യൂഫോർബിയയുടെ പോട്ടിങ് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം.